കവിത എഴുതാൻ വേണ്ടി മുഖം കാണിക്കുന്ന കവിത പ്രഖ്യാപിച്ചു വരുന്നില്ല. ഒരു കവിതയുടെ സന്നിധാനം സൂര്യകോപം കെടും കവിത ഒന്നുണ്ടോ കുഞ്ഞിക്കിളി ചിലയ്ക്കയായി കുഞ്ഞു പീഡനം പൂമരങ്ങൾ മുളയ്ക്കട്ടെ ഗാനം കൊടുത്തിട്ട് ചുടലഭൂതം വീരപ്പെരുമാളെ, ഞാൻ ഈ കളത്തിൽ വന്നേൻ. ശ്രീകണ്ഠേശ്വരത്ത് വാഴും ശ്രീ മഹാദേവന്റെ പല്ലുവേട്ട തുടങ്ങിനെ പ്രണവമന്ത്ര സ്വരൂപമായ ഓങ്കാരനാഥത്തിന്റെ അധിപനും 33 ദേവന്മാരുടെ ദേവനും ദൈത്യന്മാരുടെ രക്ഷകനും മാനവരുടെ ഈശനുമായ ശ്രീ മഹാദേവൻ ഗന്ധമാദന പർവ്വതത്തിലെ മഹാമേരുവിൽ കുടികൊള്ളുന്ന ശ്രീ മഹാദേവനെ സൂര്യചന്ദ്രന്മാർ സ്വർണ്ണവർണ്ണങ്ങളാൽ അലങ്കൃതമാക്കുന്നു. വായുദേവൻ സദാനേരവും ഭഗവാന്റെ തൃപ്പാദങ്ങളെ തടിമറയുന്നു. ഭഗവാന്റെ മൂലലിംഗമായ ശിവലിംഗത്തെ ശ്രീ ദശപുഷ്പങ്ങളാൽ പൂജിച്ച് ശ്രീകണ്ഠ പരമേശ്വരൻ എന്ന നാമത്തിൽ അറിയുന്നു. ദ്വാരകാപതിയുടെ നിർദ്ദേശമനുസരിച്ച് അർജുനൻ തപസ് ചെയ്യാനായി ഇന്ദ്രഗിരി പർവ്വതത്തിലേക്ക് യാത്ര തിരിക്കുന്നു. ശ്രീകണ്ഠേശ്വരത്ത് വാഴും ശ്രീ മഹാദേവൻ പള്ളിവേട്ടയ്ക്കായി ഗർഭഗൃഹത്തിൽ നിന്നും പുറത്തെഴുന്നള്ളി ശ്രീമൂലസ്ഥാനത്ത് ശ്രീകോവിൽ നടയിൽ നാലമ്പലത്തിനുള്ളിൽ സപ്തമാതൃക്കളെയും ശ്രീ ധർമ്മശാസ്താവിനെയും കാവലാക്കി ശ്രീ മഹാഗണപതിയെയും കാവലാക്കിക്കൊണ്ട് കിഴക്കേ നടയിൽ നന്ദിയെയും ഭൃംഗിയെയും കാവലാക്കിക്കൊണ്ട്
തെക്കേ നടയിൽ യമധർമ്മരാജനെയും ശിവഭൂതഗണങ്ങളെയും കാവലാക്കിക്കൊണ്ട് പടിഞ്ഞാറേ നടയിൽ കുംഭോദരനെ കാവലാക്കി നിർത്തിക്കൊണ്ട് വടക്കേ നടയിൽ വാസുകിയെ കാവലാക്കി നിർത്തിക്കൊണ്ട് ഈ 14 ലോഹങ്ങളെയും സാക്ഷിയാക്കി അഷ്ടദിക്കുകളെയും സാക്ഷിയാക്കി പഞ്ചഭൂതങ്ങളെയും സാക്ഷിയാക്കി നവഗ്രഹങ്ങളെയും സാക്ഷിയാക്കി ഭൂമി ആകാശം വായു ജലം അഗ്നി എന്നീ പഞ്ചഭൂതങ്ങളെ സാക്ഷിയാക്കി നിർത്തിക്കൊണ്ട് കന്നിമാസത്തിൽ നാൽക്കുട്ടിയിട്ട് കാർത്തിക മാസത്തിൽ കളിച്ചു വിളയാടിയ 6 നായ്ക്കളുടെ പേര് കാളനെന്നും കാളാശ്രീയെന്നും ദുഷ്ടനെന്നും ദുഷ്ടാത്മാക്കളെന്നും യമനെന്നും യമകിങ്കരന്മാരെന്നും ഇവരെ വേട്ടക്കളം കാവലാക്കി നിർത്തിക്കൊണ്ടേ ധനുമാസത്തിലെ മകീരൻ നക്ഷത്രവും ശുക്ലപക്ഷവും കൂടിയ ഇന്നേ ദിവസം ശ്രീ മഹാദേവനും ശ്രീ പാർവതിയും കിരാത വേഷം പൂണ്ട് ഇന്ദേഗിരി പർവ്വതത്തിലേക്ക് യാത്ര തിരിച്ചു. ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും അർജുനൻ അതിന് വഴങ്ങിയില്ല. അഹങ്കാരം മൂത്ത അർജുനൻ വീണ്ടും വീണ്ടും ഭഗവാനെ ഉപദ്രവിക്കുന്നതിനായി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവസാനം സുപ്രകോപിയായ ഭഗവാൻ തൂക്കിയടിച്ചു തറയിൽ. ബോധമറ്റ അർജുനൻ കണ്ണു തുറക്കുമ്പോൾ പരമശിവനും പാർവതിയും മുമ്പ് നിൽക്കുന്നതായി കണ്ടു. സുപ്രപ്രസാദിയായ ഭഗവാൻ വേട്ടമൃഗമായ വരാഹത്തെ ലക്ഷ്യമാക്കി ഭഗവാൻ അമ്പ് തൊടുത്തിനേൻ. എന്നെ കെട്ടിനേൻ, നിന്നെ കെട്ടിനേൻ, ഭൂലോകം മുഴുവൻ കെട്ടിനേൻ. അതാ അതാ ഇതാ ഇതാ പിടേ പിടേ കെട്ട് കെട്ട്